ആരാണ് ഇന്ത്യ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച ധ്രുവ് റാഠി എന്ന ചെറുപ്പക്കാരൻ? ഇത് ധ്രുവ് റാഠി. മോദിപ്പേടിയില്ലാതെ പറയാനുള്ളത് പറഞ്ഞ് രാജ്യമെങ്ങും ചർച്ചയാവുകയാണ് ധ്രുവ് റാഠി എന്ന ഇന്ത്യൻ യൂട്യൂബർ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചാന്ദിനി ചൗക്കിലേക്ക് വാടാ, ഞങ്ങൾ നിന്നെ ശരിയാക്കും. ചാനൽ മൈക്കിന് മുന്നിലൂടെ ഒരു വൈറൽ ഭീഷണി. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ നെഞ്ചും വിരിച്ച് അവൻ വന്നു നിന്നു. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. നോട്ട് നിരോധനം, ഇലക്ട്രൽ ബോണ്ട്, കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇത് കേരള സ്റ്റോറി സിനിമ, എല്ലാത്തിലും BJPയുടെ ആരോപണങ്ങളെ പൊളിച്ചടുക്കി ഒട്ടനവധി വീഡിയോകൾ. BJPക്കെതിരെ ഉയർത്തിയ കുന്തമുനയുള്ള വാക്കുകൾ നിറഞ്ഞ വീഡിയോകൾക്കെല്ലാം കോടിക്കണക്കിന് കാഴ്ചക്കാർ. മോദിയെ ഏകാധിപതിയോട് താരതമ്യപ്പെടുത്തി "ഈസ് ഇന്ത്യ ബിക്കം എ ഡിക്റ്റേറ്റർഷിപ്പ്" എന്ന വീഡിയോ രാജ്യമെങ്ങും വലിയ വിവാദമായി. നിങ്ങൾ ഈ ഇരിക്കുന്ന കസേരകൾക്ക് ഒരു ചരിത്രമുണ്ട്. അതാ കസേരകളിൽ ഇരുന്നവന്റെ ചരിത്രമല്ല, അതിന്ന് എഴുന്നേറ്റവന്റെ ചരിത്രമാണ്. തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചവന്റെയും പോരാടിയവന്റെയും ചരിത്രമാണ്. അതിന്റെ പേരാണ് വിപ്ലവം. 90% വിദ്വേഷ പ്രചാരകരും കൂലിക്കാരോ അല്ലാത്തവരോ ആയ മോദി ഭക്തരാണ് എന്ന് പറഞ്ഞ ധ്രുവിനെതിരെ ഒരിക്കൽ BJP നേതാവ് വിജയ് ഗോയൽ രംഗത്ത് വന്നു. ദിവാസ്വപ്നം കാണുന്നത് നല്ല നല്ല കുട്ടി എന്നായിരുന്നു ഗോയലിന്റെ പരിഹാസം. അഴിമതിരഹിത ഇന്ത്യ എന്ന ദിവാസ്വപ്നം വിൽക്കുന്നത് ഇനിയെങ്കിലും മതിയാക്കുമെന്ന് മോദിയോട് പോയി പറയൂ എന്നായിരുന്നു ഇതിന് ധ്രുവിന്റെ മറുപടി. ഇങ്ങനെ അവർ யாருன்னு நினைச்சே? அவர் பயங்கரமான ஆளடா. அவர்கிட்ட மோதாதே. உனக்கு உயிர் கிடைச்சதே புண்ணியடா. டேய் வரட்டாமே வண்டி ஏறா. இந்த ஆளு இந்த கொட்டேഷൻ നമുക്ക് പ്രിയ എതിരാളി. ഇലക്ട്രൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഗോമാതാവും ഇന്ത്യയും, പെട്രോൾ വില വർധന, GST, ആധാർ വിവരങ്ങളുടെ ചോർച്ച, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, കർഷക പ്രക്ഷോഭം, റഫാൽ, ബുൾഡോസർ രാജ്, ജമ്മു കശ്മീർ എന്നു തുടങ്ങി രാജ്യം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയാണ്, സത്യം തുറന്നു കാട്ടുകയാണ് ധ്രുവ്. ആത്മവിശ്വാസത്തിൽ ധ്രുവിനെയും ഫേസ്ബുക്ക് പൂട്ടുന്ന സാഹചര്യമുണ്ടായി. ഫാസിസത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് 2019 അത്. പക്ഷേ 12 മണിക്കൂറുകൾക്കകം ആ നടപടി പിൻവലിച്ച് ഫേസ്ബുക്കിന് മാപ്പ് പറയേണ്ടി വന്നു. தலைவர் நீங்களா? வணக்கம் தலைவா, நான் இங்க சும்மா வந்தேன். இது லைப்ரரி தானே, ஏதாவது புக் எடுத்துட்டு போகலாம்னு நினைச்சிட்டுള്ളത്. BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുന്ന ദ ഡിക്റ്റേറ്റർ എന്ന വീഡിയോ കണ്ടവർ ധ്രുവിന്റെ കുറിക്കൊള്ളുന്ന വിമർശനത്തെ, സത്യം വിളിച്ചു പറയുന്ന തന്റെ ഇടത്തെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. 24 മില്യണിലധികം വ്യൂസാണ് ഈ ഒറ്റ വീഡിയോയ്ക്കുള്ളത്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. രാജ്യത്തിന്റെ ഗതിയെക്കുറിച്ച് സംസാരിക്കുന്ന, രാഷ്ട്രീയത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന, പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി സർക്കാരിനെതിരെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പ്രതീക്ഷയായി മാറുകയാണ്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. തിരക്കിലും പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നം തെറ്റാതെ വിമർശനത്തിന്റെ കൂരമ്പുകൾ എയ്യുന്ന ആ പയ്യനെ ഇത്ര കണ്ട് ഭയപ്പെടാൻ എന്തിരിക്കുന്നു എന്നല്ലേ? അറിയാം ധ്രുവ് റാഠിയെ കുറിച്ച്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും.